ജീവിതത്തിന്റെ ഓരോ സ്പന്ദനവും ജ്യോതിഷത്തിന്റെ കണ്ണിലൂടെ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പൂരം നക്ഷത്രക്കാർക്കും ഈ ഒക്ടോബർ മാസം നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? നിങ്ങളുടെ ആരോഗ്യമാണോ, സാമ്പത്തിക ഭാവിയാണോ, തൊഴിൽ രംഗത്തെ ഉയർച്ചയാണോ, അതോ കുടുംബ ബന്ധങ്ങളിലെ ഊഷ്മളതയാണോ? ചില സമയങ്ങളിൽ ചെറിയൊരു തെറ്റിദ്ധാരണ പോലും വലിയ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു ചെറിയ ശ്രദ്ധക്കുറവ് നിങ്ങളുടെ ആരോഗ്യത്തെ കാര്യമായി ബാധിക്കാം. ഈ ഒക്ടോബറിൽ പൂരം നക്ഷത്രക്കാരായ നിങ്ങൾ അത്തരം കെണികളിൽ വീഴാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം? നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുമോ, അതോ അപ്രതീക്ഷിത ചെലവുകൾ നിങ്ങളെ വലയ്ക്കുമോ? വിദേശ യാത്രകൾക്ക് സാധ്യതയുണ്ടോ? പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കുമോ, അതോ നിലവിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുമോ? ഓരോ തീരുമാനവും നിർണായകമാകുന്ന ഈ മാസം നിങ്ങളുടെ ജീവിതത്തിലെ സമ്മിശ്ര ഫലങ്ങളെക്കുറിച്ച് ആഴത്തിലറിയാൻ ശ്രമിക്കുകയാണ്. ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങളിൽ 11ാമത്തെ നക്ഷത്രമാണ് പൂരം. ശുക്രനാണ് പൂരം നക്ഷത്രത്തിന്റെ അധിപൻ. സിംഹക്കൂറിൽ വരുന്ന നക്ഷത്രമാണിത്. ആകർഷകമായ വ്യക്തിത്വം, കലാപരമായ കഴിവുകൾ, ആഡംബരത്തോടുള്ള താല്പര്യം, സന്തോഷത്തോടെയും ആത്മവിശ്വാസത്തോടെയും കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവെന്നിവ പൂരം നക്ഷത്രക്കാരുടെ പ്രധാന പ്രത്യേകതകളാണ്. പൊതുവെ നല്ല സാമൂഹിക ബന്ധങ്ങൾ പുലർത്തുന്നവരും മറ്റുള്ളവരുമായി എളുപ്പത്തിൽ അടുപ്പം സ്ഥാപിക്കാൻ കഴിവുള്ളവരുമാണ് ഇവർ. 2025 ഒക്ടോബർ മാസത്തിലെ ഗ്രഹസ്ഥിതി പൂരം നക്ഷത്രക്കാരെ വിവിധ രീതികളിൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഓരോ ഗ്രഹത്തിന്റെയും സ്ഥാനം, രാശിമാറ്റം, വക്രഗതി, മറ്റ് ഗ്രഹങ്ങളുമായുള്ള യോഗങ്ങൾ എന്നിവ ഫലങ്ങളെ സ്വാധീനിക്കും. പൂരം നക്ഷത്രക്കാർക്ക് 2025 ഒക്ടോബർ മാസത്തിൽ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വന്നേക്കാം. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെ അവഗണിക്കരുത്. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, അലർജികൾ, ത്വക്ക് രോഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മാസത്തിന്റെ ആദ്യ പകുതിയിൽ ജാഗ്രത പാലിക്കണം. ശുക്രൻ അനുകൂലമല്ലാത്ത സ്ഥാനത്ത് വരികയാണെങ്കിൽ പ്രത്യുൽപാദന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്. വ്യായാമക്കുറവ്, അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ എന്നിവ ഒഴിവാക്കണം. വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, നെഞ്ചരിച്ചിൽ, അസിഡിറ്റി എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. എരിവ്, പുളി, മസാല എന്നിവ കുറയ്ക്കുന്നത് നല്ലതാണ്. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും ധാരാളം വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കുക. ക്ഷീണം, അലസത എന്നിവ അനുഭവപ്പെടാം. പതിവായ വ്യായാമം ശാരീരിക ഊർജം നിലനിർത്താൻ സഹായിക്കും. ചെറിയ തോതിലുള്ള മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജോലി സംബന്ധമായ സമ്മർദ്ദങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ എന്നിവ ഇതിന് കാരണമായേക്കാം. ധ്യാനം, യോഗ എന്നിവ ശീലിക്കുന്നത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും. സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും തുറന്നു സംസാരിക്കുന്നത് നല്ലതാണ്. ധാരാളം പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തിയ ആരോഗ്യകരമായ ഭക്ഷണം ശീലമാക്കുക. ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യുക. കൃത്യമായ ഉറക്കം ശീലമാക്കുക. ചെറിയ അസുഖങ്ങളെ പോലും അവഗണിക്കാതെ വൈദ്യസഹായം തേടുക. പുറത്തു നിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക. മാനസിക ഉല്ലാസത്തിനായി വിനോദങ്ങളിൽ ഏർപ്പെടുക. പ്രഭാത സവാരി, യോഗ, ധ്യാനം എന്നിവ ശീലമാക്കുക. സാമ്പത്തികമായി ഈ മാസം സമ്മിശ്രമായ ഫലങ്ങളാണ് പൂരം നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാവുന്നത്. അപ്രതീക്ഷിത ചെലവുകൾക്ക് സാധ്യതയുണ്ട്. അതിനാൽ പണം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. വരുമാനത്തിൽ വർധനവുണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിലും ചിലവുകൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. നിക്ഷേപങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ഊഹക്കച്ചവടങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് നല്ലതാണ്. നിലവിലുള്ള വരുമാന മാർഗങ്ങളിൽ നിന്ന് സ്ഥിരമായ ഒഴുക്ക് പ്രതീക്ഷിക്കാം. തൊഴിൽ ചെയ്യുന്നവർക്ക് ശമ്പള വർധനവിനോ മറ്റ് ആനുകൂല്യങ്ങൾക്കോ സാധ്യതയുണ്ട്. സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് പുതിയ പ്രോജക്റ്റുകൾ ലഭിക്കാനും അതുവഴി വരുമാനം വർദ്ധിക്കുകയും ചെയ്യാം. എന്നാൽ പ്രതീക്ഷിച്ച വരുമാനം ലഭിക്കാൻ ചിലപ്പോൾ കാലതാമസം നേരിടാം. ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും വിനോദങ്ങൾക്കും യാത്രകൾക്കും വേണ്ടി ചിലവുകൾ കൂടാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങൾക്കും കുടുംബപരമായ ആവശ്യങ്ങൾക്കും അപ്രതീക്ഷിത ചിലവുകൾ വരാം. കടം കൊടുക്കുന്നതിനും വാങ്ങുന്നതിനും മുമ്പ് നന്നായി ആലോചിക്കുക. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഈ മാസം നല്ലതാണ്. എന്നാൽ ഓഹരി വിപണി പോലുള്ള ഊഹക്കച്ചവടങ്ങളിൽ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നവർ വിദഗ്ധോപദേശം തേടുന്നത് നല്ലതാണ്. ബഡ്ജറ്റ് തയ്യാറാക്കി ചെലവുകൾ നിയന്ത്രിക്കുക. അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കുക. ചെറിയ തുകയാണെങ്കിൽ പോലും സമ്പാദ്യം ശീലമാക്കുക. പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ച് നന്നായി പഠിച്ച ശേഷം മാത്രം തീരുമാനമെടുക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ വിദഗ്ധോപദേശം തേടുക. കടം കൊടുക്കുന്നതും വാങ്ങുന്നതും പരമാവധി ഒഴിവാക്കുക. പ്രധാനപ്പെട്ട സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കും മുമ്പ് കുടുംബാംഗങ്ങളുമായി ആലോചിക്കുക. തൊഴിൽ മേഖലയിൽ പൂരം നക്ഷത്രക്കാർക്ക് ഈ മാസം നല്ല അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും കഴിവ് തെളിയിക്കാനും അവസരം ലഭിക്കും. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നത് ജോലിയുടെ കാര്യത്തിൽ ഗുണകരമാവും. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ കച്ചവട ബന്ധങ്ങൾ ഉണ്ടാകാനും അതുവഴി ലാഭം വർദ്ധിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കണം.
ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷനോ ശമ്പള വർധനവോ ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കാം. എന്നാൽ തൊഴിലിടങ്ങളിൽ ചില തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്തുന്നത് ഗുണകരമാവും. മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരാം. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ മാസം പൊതുവെ അനുകൂലമാണ്. പുതിയ കരാറുകൾ ലഭിക്കാനും ബിസിനസ് വികസിപ്പിക്കാനും അവസരം ലഭിക്കും. എന്നാൽ പങ്കാളിത്ത ബിസിനസ്സിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ധാരണാപത്രങ്ങൾ ഒപ്പിടും മുമ്പ് ശ്രദ്ധിക്കുക. പുതിയ നിക്ഷേപങ്ങൾക്ക് മുമ്പ് പഠനം നടത്തുന്നത് നല്ലതാണ്. ജോലിയിൽ കൂടുതൽ ശ്രദ്ധയും അർപ്പണബോധവും കാണിക്കുക. പുതിയ കാര്യങ്ങൾ പഠിക്കാനും കഴിവുകൾ മെച്ചപ്പെടുത്താനും ശ്രമിക്കുക. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്തുക. മേലുദ്യോഗസ്ഥരുമായി ബഹുമാനത്തോടെ പെരുമാറുക. ബിസിനസ്സിൽ പുതിയ അവസരങ്ങൾ തേടുക. കരാറുകൾ ഒപ്പിടും മുമ്പ് നിയമോപദേശം തേടുക. അനാവശ്യമായ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. കുടുംബ ബന്ധങ്ങളിൽ പൂരം നക്ഷത്രക്കാർക്ക് ഈ മാസം സന്തോഷവും സമാധാനവും പ്രതീക്ഷിക്കാം. കുടുംബാംഗങ്ങളുമായി നല്ല സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നിലനിൽക്കും. കുട്ടികളുമായി ബന്ധപ്പെട്ട് നല്ല വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങളിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകാം. എന്നാൽ ചെറിയ ഈഗോ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. വിവാഹിതരായ ദമ്പതികൾക്ക് ഈ മാസം സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാവും. പരസ്പരം കൂടുതൽ അടുക്കാൻ അവസരം ലഭിക്കും. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ പോലും അത് വേഗത്തിൽ പരിഹരിക്കാൻ സാധിക്കും. പങ്കാളിയുമായി തുറന്നു സംസാരിക്കുന്നത് ബന്ധം കൂടുതൽ ദൃഢമാകും. പ്രണയിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ്. പ്രണയം കൂടുതൽ ശക്തമാകും. വിവാഹാലോചനകൾക്ക് ഇത് നല്ല സമയമാണ്. പുതിയ പ്രണയബന്ധങ്ങൾ തുടങ്ങാനും സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം പുലർത്താൻ സാധിക്കും. മക്കളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ വാർത്തകൾ കേൾക്കാം. സഹോദരങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടും. വീട്ടിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. സുഹൃത്തുക്കളുമായി നല്ല ബന്ധം നിലനിർത്താൻ സാധിക്കും. പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. എന്നാൽ ചില സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുക. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ തുറന്നു സംസാരിച്ച് പരിഹരിക്കുക. പങ്കാളിയുടെ വികാരങ്ങളെ മാനിക്കുക. കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. സുഹൃത്തുക്കളുമായി നല്ല ബന്ധം നിലനിർത്തുക. ഈഗോ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. പൊതുവായ കാര്യങ്ങളിൽ കുടുംബാംഗങ്ങളുമായി ആലോചിച്ച് തീരുമാനമെടുക്കുക. വിദ്യാർത്ഥികൾക്ക് ഈ മാസം പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. അലസത ഒഴിവാക്കുകയും പഠനത്തിൽ കൂടുതൽ താല്പര്യം കാണിക്കുകയും ചെയ്യുക. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കൂടുതൽ കഠിനാധ്വാനം ആവശ്യമാണ്. ഉയർന്ന വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസം നേരിടാം. പഠനഭാരം കൂടാൻ സാധ്യതയുണ്ട്. കൂട്ടുകാരുമായി കളിച്ചിരികളിൽ ഏർപ്പെടുന്നത് പഠനത്തെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അധ്യാപകരുടെ ഉപദേശം തേടുന്നത് നല്ലതാണ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കൂടുതൽ പരിശ്രമം ആവശ്യമാണ്. പ്രതീക്ഷിച്ച ഫലം ലഭിക്കാൻ ചിലപ്പോൾ കൂടുതൽ സമയം എടുത്തേക്കാം. നിരാശപ്പെടാതെ മുന്നോട്ട് പോവുക. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കാം. വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യത തെളിയും. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പതിവായി പഠിക്കുകയും പുനരവലോകനം ചെയ്യുകയും ചെയ്യുക. അധ്യാപകരുമായി സംശയങ്ങൾ ചോദിച്ച് പഠിക്കുക. കൂട്ടായ പഠനം ഗുണകരമാകും. പഠനത്തോടൊപ്പം വ്യായാമവും വിശ്രമവും ആവശ്യമാണ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് പരിശീലനം നേടുന്നത് നല്ലതാണ്. പൂരം നക്ഷത്രക്കാർക്ക് ഈ മാസം യാത്രകൾക്ക് സാധ്യതയുണ്ട്. ഔദ്യോഗിക ആവശ്യങ്ങൾക്കും വിനോദങ്ങൾക്കും വേണ്ടി യാത്രകൾ വേണ്ടി വന്നേക്കാം. ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട്. യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ളവർക്ക് തീർത്ഥയാത്രകൾ നടത്താൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം വിനോദയാത്രകൾക്ക് സാധ്യതയുണ്ട്. ഇത് മാനസിക ഉല്ലാസത്തിന് സഹായിക്കും. യാത്രകൾക്ക് മുമ്പ് കൃത്യമായി ആസൂത്രണം ചെയ്യുക. യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക. ആവശ്യമായ രേഖകൾ കൈവശം കരുതുക. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ നൽകുക. അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുക. ധ്യാനം, പ്രാർത്ഥന, ക്ഷേത്ര ദർശനങ്ങൾ എന്നിവ മനസ്സിന് സമാധാനം നൽകും. ആത്മീയ ഗുരുക്കന്മാരുമായി സംവദിക്കാൻ അവസരം ലഭിക്കും. ഈ മാസം പൂരം നക്ഷത്രക്കാർക്ക് അമിത ആത്മവിശ്വാസം ഒഴിവാക്കുകയും വിനയം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. ക്ഷമയും സഹനശക്തിയും വളർത്താൻ ശ്രമിക്കുക. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കും മുമ്പ് നന്നായി ആലോചിക്കുകയും വിദഗ്ധോപദേശം തേടുകയും ചെയ്യുക. ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിക്കുക. സഹായം ആവശ്യമുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുക. ശുക്രൻ അനുകൂലമല്ലാത്ത സ്ഥാനത്ത് വരികയാണെങ്കിൽ വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. ദോഷപരിഹാരങ്ങൾക്കായി ദേവി ഉപാസന നടത്തുന്നത് നല്ലതാണ്. വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുക. ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമാണ്. വെള്ളിയാഴ്ചകളിൽ വ്രതമെടുക്കുന്നത് ശുക്രന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും കൂവളമാല സമർപ്പിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുക. ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് അന്നദാനം ചെയ്യുന്നത് നല്ല ഫലം നൽകും. ശുക്രന്റെ രത്നമായ വജ്രം ധരിക്കുന്നത് പൂരം നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ലതാണ്. എന്നാൽ രത്നം ധരിക്കും മുമ്പ് ജ്യോതിഷന്റെ ഉപദേശം തേടേണ്ടത് അത്യാവശ്യമാണ്. 2025 ഒക്ടോബർ മാസം പൂരം
പൂരം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് കാണുന്നത്. ആരോഗ്യപരമായും സാമ്പത്തികപരമായും തൊഴിൽപരമായും ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. എന്നാൽ കുടുംബ ബന്ധങ്ങളിലും ആത്മീയ കാര്യങ്ങളിലും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ഏതൊരു കാര്യത്തിലും അമിത ആത്മവിശ്വാസം ഒഴിവാക്കി ക്ഷമയോടും ശ്രദ്ധയോടും കൂടി മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ പ്രതിസന്ധികളെ അതിജീവിക്കാൻ സാധിക്കും. കൃത്യമായ പ്രാർത്ഥനകളും ദോഷപരിഹാരങ്ങളും ചെയ്യുന്നത് ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരും. ഈ ഫലങ്ങൾ പൊതുവായ ഒരു വിശകലനമാണ്. നിങ്ങളുടെ വ്യക്തിഗത ജാതകത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം, ദശാപഹാരങ്ങൾ എന്നിവ അനുസരിച്ച് ഫലങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ വരാം. കൃത്യമായ പ്രവചനങ്ങൾക്കും പരിഹാരങ്ങൾക്കുമായി ഒരു നല്ല ജ്യോതിഷിയെ സമീപിക്കുന്നത് ഉചിതമാണ്.